അവളെന്തിന് ചേച്ചി? ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? കടുകുമണിയാ കാണാതിരിക്കാൻ. എടേ സുലു എവിടെയടി? അവളെ ശ്യാമയുടെ വീട്ടിൽ. അവളെങ്ങനെ പറഞ്ഞോ? ചാമയെ കഞ്ഞിയും എല്ലാത്തിനും ഞാൻ ഇവിടെ അടിച്ചിറക്കും. ഞാനിവിടെ ഉണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താ നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടുമുട്ടാറുള്ളത്. അന്നും ഇന്നും അടിയോടിക്ക് വാഴക്കൃഷി മാത്രമേ താല്പര്യമുള്ളൂ എന്ന് തോന്നുന്നു. എന്താ വല്ലായിരിക്കുന്നത്? അടിയോടിയുടെ വാഴ അയാൾ കണ്ട ഇപ്പൊ എന്നെ കൊല്ലും. എത്ര നേരമായിന്നറിയോ ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? അതാണോ കാര്യം? ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിൽ ഒരു ഒളിച്ചു കളി നടത്തിയിട്ട് വരിക കുട്ടി. ഈ വാഴക്കറ പറ്റിയ മാറ്റം വലിയ പാടാണ്. സേതുട്ടിനൊക്കെ തമാശ കളിയാ. ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസം എത്രയെന്നറിയാവോ? എന്റെ സുലു, നിനക്ക് വേവലാതി കുറച്ച് കൂടുതലാണ്. ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും. പിന്നെന്താ പ്രശ്നം? സേതുട്ട ഞാനൊരു പെണ്ണാ. എന്റെ സുലു, ഞാനൊരാണാണ്. ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഫാക്ടറിയാ. ഇപ്പൊ എല്ലാം റെഡിയായി. ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി ചക ചക ചകാന്ന് വർക്ക് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞ ഉടനെ കല്യാണം. ഈ ചക 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 എത്ര കാലം എടുക്കും? ഉടനെ എന്ന് വെച്ചാ എത്രയും പെട്ടെന്ന്. ആരുമില്ല. അടിയോടി ഓടിക്കോ, പിന്നെ കാണാം. ഓടിക്കോ. എടോ, താൻ ആ മുരിക്കലെ സേതുവിനെ ഇവിടെ എങ്ങനെ കണ്ടോ? അതാ നിക്കണേ. എടീ, ഉറപ്പിച്ചു. ചെറുക്കൻ ദുബായിൽ ഓയിൽ കമ്പനിയിലെ ഫോർമാനാ. ഇത് മിഥുനമാസമല്ലേ, കർക്കിടകത്തിന് മുമ്പ് നടത്തണമെന്നാ അവര് പറയുന്നത്. അവളോട് കൂടെ ഒന്ന് ചോദിക്കണ്ടേ? വേണ്ട, ഇത്രയും നാളും കാത്തു. ഇനി ചോദ്യം ഉത്തരവൊക്കെ തീരുമാനിക്കും ഞാൻ തന്നെയാ. അത്രയധികം സ്നേഹാവനം ഉണ്ടായിരുന്നെങ്കിൽ പെരയിൽ നിറഞ്ഞ് ഓടി പൊളിച്ച് ഇവരോട് നിൽക്കത്തില്ലായിരുന്നു. 10 ദിവസത്തിനായി കല്യാണം നടത്തിയിരിക്കും. ഈ ശിവരാമനാ പറയുന്നത്. എന്താ ശ്യാമ ഈ വഴിക്ക്? കാര്യങ്ങളാകെ കുഴപ്പത്തില്ല. സുലു കരച്ചിലോട് കരച്ചില്. ഈ വരുന്ന 21-ാം തീയതി അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുക. അവളുടെ ചേട്ടൻ അവളെ ഏതാണ്ട് വീട്ടുതടങ്കിൽ വെച്ചിരിക്കുന്ന പോലെ 21-ന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചത്തുകളയുമെന്ന് പറഞ്ഞിരിക്കുക. രക്ഷിക്കാന്ന് പറഞ്ഞ കല്യാണം അല്ല, ഇത്ര പെട്ടെന്ന് ഞാൻ ഇല്ലെങ്കിൽ ഒന്നുകിൽ അവള് ചാവും, അല്ലെങ്കിൽ വേറൊരാൾ അവളെ കല്യാണം കഴിക്കും. അതാണ് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കൊള്ളാന്ന് പറ. ഏതാ ഈ കുട്ടി? ഒന്ന് പോയേ. നിന്റെ വല്ല അവിഹിത ബന്ധാണോ? പണ്ട് ഞാനും മനുഷ്യന് ഭ്രാന്ത് പിടിപ്പിക്കാതെ പോവാൻ. ഏതായി കൾച്ചറില്ലാത്ത ആള്? ശ്യാമ ഒന്ന് പോയെ, ഞാൻ എത്തിക്കൊള്ളാന്ന് പറ. പ്രേമ 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 നീ വന്നേ. എടാ, പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലേ? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയില. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. പ്രേമ വന്നേ. എന്താ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? മുതലാളി, പഞ്ചസാരക്ക് മധുരമുണ്ടോ, കൈപ്പയ്ക്ക് കയ്പുണ്ടോ, ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ? 4 വർഷം മുമ്പ് പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോ മുതലാളി എന്നെ വിളിച്ചുകൊണ്ടുപോയി ചോറ് വാങ്ങി തന്നു. പിന്നെ എനിക്ക് പണി തന്നു. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. മുതലാളി ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം? പ്രേമ, എനിക്ക് നിന്റെ സഹായം വേണം. മുതലാളി, ഞാൻ നന്ദിയുള്ളവനാ. ആ നന്ദി ഞാൻ എന്നും കാണിക്കും, എന്തും ചെയ്യും. പറഞ്ഞു. ഞാനൊരു കല്യാണം കഴിക്കണം മുതലാളി. അല്ല, ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഉണ്ടാവട്ടെ. അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ടേ നടക്കൂ. അങ്ങനെ നടന്നാ മതി. അത് നടക്കണമെങ്കിലേ രജിസ്റ്റർ ഓഫീസിൽ പോണം. അതല്ല, വീട്ടുകാർക്കൊക്കെ എതിർപ്പാ. അപ്പൊ ആരും കാണാതെ അവളെ കടത്തിക്കൊണ്ട് വരണം. കടത്തിക്കൊണ്ട് വരണം മുതലാളി. ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം. സോറി മുതലാളി, ഇക്കാര്യത്തിന് എന്നെ കിട്ടില്ല. പ്രേമ, നീയല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട്, എന്ത് സഹായം വേണേലും. പക്ഷെ ഇത് പറ്റില്ല. അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലാളി പറഞ്ഞു, മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാമെന്ന്. അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു. അതന്നങ്ങനെ. അല്ല, ഞാൻ വേറെ എന്തും ചെയ്യാം. എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി. സോറി പ്രേമ, ഐ എം റിയലി സോറി.
നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ്? അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം. നീ അവളെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കയറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ? ഓക്കേ. എന്നാ പറഞ്ഞതുപോലെ മുതലാളി സിഗ്നൽ കൂടെ നമ്മൾ വന്നെന്നറിയട്ടെ. ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? അതല്ലടാ, അതവളുടെ അനിയത്തിയാ. ദേ അവള് വന്നു, ദേ അവള് വന്നു. നീ പോയി തട്ടിക്കൊണ്ടുവാ. പിന്നെ ഒരു കാര്യം, ശിവരാമേട്ടനെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതിൽ നന്നായിട്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അറിയാം. അതുകൊണ്ട് അവളെയും കൂട്ടി റോഡ് വരെ നടക്കുന്ന വിഷമമാണ്. ഉത്തരത്തിലുള്ള എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇവിടെ നിന്നോട് ഞാൻ എന്നെ പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. എനിക്കിതല്ല സ്ഥിരം ജോലി. പ്രഭ, ഈ ലാസ്റ്റ് മിനിറ്റ് നീ എന്നെ കൈവിടരുത്. നീ എന്താ ആലോചിക്കുന്നത്? മുതലാളി, ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ. അയ്യോ, ശിവൻ ചേട്ടൻ. നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി? അതേടാ. ഓ, വരുന്നത് വരട്ടെ മുതലാളി. മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ. അയാള് കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ട് ഓടാം. ചുമ്മാ ഇടി. മുതലാളി കൈ കഴക്കുന്നു. ഞാനിപ്പോ താഴെ ഇടും. ചുമ്മാ ഇരടി. ഇട്ടാ ഞാൻ അവനെ കൊല്ലും. മുതലാളി, അയാൾ ഇപ്പോഴും പുറകെ ഉണ്ടോ? ഓട. എനിക്ക് ഷേക്കാൻ എനിക്ക് ഷേക്കാൻ തരാൻ. നീ വെട്ടുന്നുണ്ടില്ലേ, കൈ വൃത്തിയേടാവും. അയ്യോ, എന്നാലും സാരമില്ല. ഇനി പറ, എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? അതിന് നിങ്ങളും ബുദ്ധിയായിട്ട് എന്താ ബന്ധം? എടീ, നമ്മുടെ സുലോചനയെ സേതുമാധവൻ തട്ടിക്കൊണ്ടു പോയി. എന്ത്? നേരാമണ്ണം 100 വട്ടം പറഞ്ഞിട്ട് പോ കേട്ടില്ല. ഇങ്ങനൊരു തറവേല കാണിച്ചപ്പോ സംഗതി ഏറ്റു. നിനക്കറിയാവോ, നിന്നോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ പോകുന്നതായിട്ട് അഭിനയിച്ചത്. പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എന്റെ അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു. ഏതായാലും ഇപ്പൊ അവളുടെ സങ്കടം തീർന്നു. ഇപ്പൊ പറ, എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഏതായാലും നിങ്ങളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എന്ന് വെച്ച് നീ എങ്ങാനും വല്ലവന്മാരുടെ കൂടെ ഇറങ്ങി പോകാൻ നോക്കിയാൽ നിന്റെ കൈ ഞാൻ വെട്ടുകളെ. ഓടിയത് ഞാൻ കുറച്ച് മുമ്പ് ഇറക്കാം. ആളറിയണ്ട. ഇനിയിപ്പോ ആളറിഞ്ഞാലും എന്ത് കുഴപ്പം? അല്ല, ശിവരാമേട്ടൻ ഞങ്ങളെ പിടിക്കാൻ വല്ല ഗുണ്ടകളെ അയച്ചിട്ടുണ്ടാവുന്ന എന്റെ പേടി. രജിസ്റ്റർ കഴിഞ്ഞില്ലേ? അത് കാര്യമില്ല. സാരി തലേ കൊടുത്തുള്ളൂ, ഞാൻ ഫ്രണ്ട് നടക്കാം. സാരി തലേ കൊടുത്തുള്ളൂ. അല്ല മാം, അല്ലെങ്കിലേ നീ ആദ്യം വീട്ടിലോട്ട് നോക്ക്. അവിടെ വല്ല കുഴപ്പക്കാരുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി അന്വേഷിക്കണം. മുതലാളി വരണം മുതലാളി. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പ്രേമ വരുന്നേ, ഒന്നും സംഭവിക്കില്ല. ഞാനില്ലേ കൂടെ. ആണോ? വരണം.